I'm Irene Teresa Martin. I just crossed a meaningful milestone. Pushing past all the tight schedules, hectic routines, and endless deadlines, I'm now embracing my own rhythm. To be frank, I wasn't chasing ranks or titles. I was just trying to grow quietly in my own way. And somewhere between countless questions and simple answers, I found my space. And the best part is, true progress doesn't have to be loud to be real. This academic year was never smooth. In the month of August, I injured my knee. I missed a lot of classes, lost focus, and the rhythm I had built with so much consistency just fell apart. There were days I felt out of place too, like I didn't fit in. Maybe because I wasn't on social media, or maybe because I thought a bit differently. But I've always believed, if you want to be different, you've got to think different and show up different. What really pulled me through were the people around me. Fathers at school always had something kind and encouraging to say. My teachers played a big part. They didn't just teach, they noticed, guided, and reminded me of what I was capable of. They gave me clarity when I was confused and direction when I was lost. This school has always been more than buildings and classrooms. It gave me the space to grow, to try, to fail, and to start again. It taught me the value of effort and consistency. I'm thankful to my parents for always being there, to my friends who kept me going with their laughter and support, and to my little sister who always tried to help in her own way. This journey was not just about books or grades. It was about discipline, patience, and most importantly, trust in the Almighty. To all my dear juniors, prioritize your goals. Cut out the noise and focus on the long game. Short-term happiness is tempting, but long-term goal is worth it. And hey, it's just an exam, so breathe and take it easy. If I could do it, so can you. നമസ്കാരം, ഞാൻ ധന്യ, ദേവികയുടെ അമ്മയാണ്. എൻ്റെ മകൾ കഴിഞ്ഞ +2 പരീക്ഷയിലെ കൊമേഴ്സ് സ്ട്രീമിൽ 99% മാർക്കോടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. 4ാമത്തെ വയസ്സിൽ LKG അവളെ ഇവിടെ ചേർത്തതാണ്. ഇന്നിപ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ ടോപ്പറായിട്ട് പടിയിറങ്ങുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൗഡ് മൊമെൻ്റാണ്. എൻ്റെ മകനും ഇവിടെ തന്നെയാണ് പഠിച്ചിരുന്നത്. അവന് സയൻസ് സ്ട്രീമിലായിരുന്നു. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു സെക്കൻഡ് ഹോമായിരുന്നു. ഇവിടെ ഉള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. ഇനിയിപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ സിബി അച്ഛൻ, സോജി അച്ഛൻ, സുരേഷ് അച്ഛൻ, പിന്നെ എല്ലാ ടീച്ചേഴ്സും, KG സെക്ഷൻ തൊട്ട് +2 വരെയുള്ള എല്ലാ ടീച്ചേഴ്സും, എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫും, എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം ഈ കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും, +2 പരീക്ഷയിൽ വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി നിർത്തുന്നു. നമസ്കാരം.
നമസ്കാരം. ഞാൻ ബിനോയ്, അഭിഭാഷകനാണ്. എൻ്റെ 4 കുട്ടികൾ LKG മുതൽ കൊല്ലമണ ലിറ്റിൽ ഫ്ലവർ പഠിച്ചവരാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ സ്കൂളിനെ കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ 2ാമത്തെ മകള് ഈ വർഷം 10ാം ക്ലാസ്സിൽ ഫുൾ A1ഓടുകൂടി പാസ്സായി. അതിൻ്റെ അധ്യാപകരോടും കോളേജിൽ സ്കൂളിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന ലോകക്രമം അനുസരിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി കുട്ടികളുടെ നന്മ ലാക്കാക്കിയുള്ള സ്കൂളിന്റെ പ്രവർത്തനം, പാഠ്യേതര രീതികൾ വളരെ അനുകരണീയമാണ്, മാതൃകാപരമാണ്. നമുക്ക് ഈ ഘട്ടത്തില് നമ്മുടെ കുഞ്ഞുങ്ങളെ ധൈര്യമായി പറഞ്ഞയക്കാവുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്കൂളിന്റെ കരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.